അച്ഛനത് വരാത്തെ? ഇനി അറിഞ്ഞു കാണോ? അച്ഛൻ വന്നല്ലോ. എന്തു പറ്റി? വിഷമത്തിലോ? എന്ത് വിഷമം? ഒരു വിഷമമില്ല. ഓ, എന്നാ എനിക്ക് തോന്നിയതായിരിക്കും. നന്നായിട്ട് പഠിക്ക. പഠിച്ചോ, നല്ല ജോലി വാങ്ങാ. ഋത്തിക്ക് ഒന്നും ചെയ്തില്ലാന്ന് തോന്നുന്നു. അയ്യോ അയ്യോ അമ്മേ, അച്ഛൻ വന്നു. എന്താ മോൾ അച്ഛൻ പറഞ്ഞോ? ഇല്ല അമ്മേ, അച്ഛൻ ഒന്നും പറഞ്ഞില്ല. സമാധാനായി. ഞാൻ വിചാരിച്ചു ഇന്നൊരു ബഹളം ഇവിടെ ഉണ്ടാവുന്ന. സത്യം, ഞാനും വിചാരിച്ചു. എന്തോ മകള് പഠിക്കണ സമയത്ത് പഠിച്ചോട്ടോ, അല്ലാതെ വേറെ പണിക്ക് പോവരുത്. അച്ഛൻ നിന്നെ വെച്ചേക്കില്ല. അറിയാം അമ്മേ, എനിക്ക് നന്നായിട്ട് അറിയാം. മിടുക്കി. ഞാൻ എന്തായാലും ഇംഗ്ലീഷ് പഠിക്കട്ടെ. നാളെ ജസ്റ്റ് ഒരു ക്ലാസ് ടെസ്റ്റ് ഉണ്ട്. നന്നായിട്ട് പഠിച്ചോട്ടോ. അമ്മ എന്തായാലും ഒരു ഗ്ലാസ് ജ്യൂസ് കൊണ്ടേ കൊടുക്ക അച്ഛന്. അമ്മ അത് മറന്നോ? ഓ ഞാനത് മറന്നുപോയി. എല്ലാ ദിവസവും മറക്കും. ദൈവമേ, ഇന്നെങ്ങനെ മറന്ന ഇവിടെ ഒരു ബഹളം ഉണ്ടാവും. ജോലി കഴിഞ്ഞു വരുമ്പോ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി എടുക്കാൻ എന്നോട് പറഞ്ഞിനോ? എന്തായാലും പെട്ടെന്ന് കൊടുത്തോ, അല്ലെങ്കിൽ വലിയ ഇഷ്യൂ ഉണ്ടാവും. ഓഫീസിലെ ദേഷ്യം എന്നോടൊന്ന് തീർക്കോ. ഇന്നലെ എന്തെങ്കിലും സംഭവിച്ചീനോ? ഇല്ലടി, ഇന്നലെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ വിചാരിച്ചു അവനൊരു അച്ഛനെ വിളിച്ചിട്ട് വലിയ ഇഷ്യൂ ആക്കുന്ന്. ഒന്നും സംഭവിച്ചില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അങ്ങനൊന്നും സംഭവിക്കത്തില്ലെന്ന്. അതെ അതെ, അവനൊരു പാവാ. ശരിയാ. എന്നാ ശരി, നമുക്ക് ക്ലാസ് പോ. ബെല്ല് പഠിക്കൂ. ഗുഡ് മോർണിംഗ്. സിറ്റ് ഡൗൺ. ദേ നോക്കടി, ഇന്ന് എക്സാം നടത്താൻ പറഞ്ഞില്ലായിരുന്നോ? അതിന്റെ പേപ്പർ കൊണ്ടുവന്നിട്ടുണ്ട്. ഓ മൈ ഗോഡ്, ഞാനൊന്നും പഠിച്ചിട്ടില്ല. അതൊന്നും പേടിക്കണ്ട. നമ്മളിപ്പോ ആരാ ഉള്ളത്? റീന ഉണ്ടല്ലോ, അതുകൊണ്ട് പേടിക്കണ്ട. അതാണ് എന്റെ ആശ്വാസം. ഓളെ ഫേവറേറ്റ് സബ്ജക്റ്റ് അല്ലേ ഇംഗ്ലീഷ്. ഞാനിന്ന് പറഞ്ഞിരുന്നു എക്സാം നടത്തുമെന്ന്. എല്ലാവരും പഠിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതാ പേപ്പർ. ഇതിന്റെയൊക്കെ ആൻസർ എന്താണാവോ? കോപ്പി അടിക്കരുത്. എടാ രാമേ, ഇതൊക്കെ എന്താ? എനിക്ക് അറിയാൻ പാടില്ല. എന്തൊക്കെയോ ഇംഗ്ലീഷിൽ എഴുതി വെച്ചിരിക്കുന്ന. ഇതിന്റെയൊക്കെ അർത്ഥം എന്താന്ന് പോലും എനിക്കറിയില്ല. എന്നിട്ട് അവർ ഇതിന് പറയുന്നു ഗ്രാമർ എന്ന്. റീന, ഇതിന്റെ ആൻസർ ഒന്ന് പറഞ്ഞു തരോടി? പറഞ്ഞുതരാം, എന്റെ നോക്കിക്കോ. ഇതൊക്കെ ഭയങ്കര ഈസി ക്വസ്റ്റ്യൻസ് അല്ലേ? ഇവള് എഴുതുന്നുണ്ടല്ലോ. ഇവള് പഠിപ്പിയാണോ അപ്പോ? ടൈം കഴിയാനായി, പെട്ടെന്ന് എഴുതി തീർക്ക. ഓ, ടൈമും കഴിയാനായോ? വളരെ നല്ല കാര്യം. ഓക്കെ, മതി 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 മതി, ടൈംസ് അപ്പ്. ഇനി ബോയ്സ് എഴുതിയ പേപ്പർ ഗേൾസിനും, ഗേൾസ് എഴുതിയ പേപ്പർ ബോയ്സിനും കൊടുക്കുക. ബെസ്റ്റ്. അപ്പോ ഈ സമയം ഗേൾസിന് ഫ്രീ ആണെന്ന് അർത്ഥം. ഇത് റീനയുടെ പേപ്പർ ആണല്ലോ. ഇവരുടെ പേപ്പറിൽ ഒന്നുമില്ലല്ലോ. ശരിയാ, ഒറ്റൊന്നും പഠിക്കൂല. എന്തൊക്കെയോ ഓപ്ഷൻസ് എഴുതി വെച്ചിരിക്ക. എന്തെങ്കിലുമൊക്കെ ഒന്ന് കറക്റ്റ് ആവട്ടെ വിചാരിച്ചിട്ട്. എന്റെ പേപ്പർ ആരെടുത്താണോ എന്തോ. ഈ ഹൃത്തിക്കിനോട് ചോദിച്ചാലോ? ഹൃത്തിക്, എന്റെ പേപ്പർ ആരെടുത്താ? നിന്റെ പേപ്പർ എന്റെ അടുത്തല്ല. ഇവിടെ നോക്കട്ടെ. ഓക്കെ, അക്ഷയന്റെ അടുത്താ. ഓക്കെ. ഞാൻ ആൻസർ പറയാം, അതിനനുസരിച്ച് ശരിയിടാം. ഈ 3 എണ്ണവും കോപ്പി അടിച്ച് എഴുതി വെച്ചിരിക്കുക. അതെ, അതുകൊണ്ട് 3 പേർക്കും ഫുള്ള് ശരി. നമുക്ക് സത്യസത്യതയുണ്ട്, അതുകൊണ്ട് നമുക്ക് അറിയാവുന്ന നമ്മൾ എഴുതി. എടാ ഹൃത്തിക്കേ, നമ്മൾ അതിന് എന്താ എഴുതിയത്? നമ്മളൊന്നും എഴുതിയില്ല, കാരണം നമുക്കൊന്നും അറിയത്തില്ല. നമുക്കറിയില്ല വെച്ചിട്ട് നമ്മൾ കോപ്പി അടിച്ചോ? ഇല്ലല്ലോ. കോപ്പി അടിക്കാനും വേണ്ടേ ഒരാള് കൂടെ? അതാരും ഇല്ലല്ലോ ഇവിടെ. ശരി, പേപ്പർ കൈമാറ്. ഒരു കാര്യം ചെയ്യാം. ഐ ലവ് യു റീന. മതി. അവളോട് ഞാൻ പറഞ്ഞത് അക്ഷയന്റെ പേപ്പർ എന്നല്ലേ. അക്ഷയ എഴുതിയതെന്ന് വിചാരിച്ചോളൂ. താങ്ക് യു റീന, നീ ഉള്ളതുകൊണ്ടാ ഇതിന് മുഴുവൻ ശരിയാക്കിയേ. സത്യം. അവള് അക്ഷയനെ നോക്കുന്നേ. എന്താ ഇത് എഴുതി വെച്ചിരിക്കുന്നേ? ഭാഗ്യത്തിന് ആ പേപ്പർ അന്ന് ഹൃത്തിക്കിന്റെ ബാഗിൽ വീണ്. നന്നായി. അക്ഷയന്റെ ബാഗിലാണെങ്കിൽ പറയണ്ടില്ലായിരുന്നു. ദൈവമേ, ഇതാരെ കാണുന്ന മുന്നേ ഇതൊന്ന് കളയട്ടെ. കാണിച്ചു കൊടുക്കണ്ട, ഇന്റർവൽ ആവട്ടെ. ഗ്രാമർ ശരിയാക്കാത്തവരാരൊക്കെ? ഹോ, ഈ ക്ലാസ്സിൽ അഭിമാനം ഏറിയിട്ടുള്ള കുട്ടികള്. നാളെ വരുമ്പോ പഠിച്ചു വന്നോണ്ടി. നാളെ നടത്തും ഞാൻ ഗ്രാമർ. ഡെയിലി ഗ്രാമർ ടെസ്റ്റ് ആയിരിക്കും. നാളെ ഇഫ് ക്ലോസാ.
ഇന്ന് പ്രിപ്പോസിഷനാ, വളരെ ഈസി ആയിരുന്നു. നാളെ ഇഫ് ക്ലോസ് പഠിച്ചു വന്നേക്കണം. ഉറപ്പായിട്ടും. എടാ ഹൃത്തിക്കേ, അക്ഷയ് കൈ താഴ്ത്ത. വലിയ എന്തോ പുരസ്കാരം കിട്ടിയ മാതിരിയാണല്ലോ നിങ്ങളെ കൈപ്പൊക്കലേ. ആക്ച്വലി എന്താ ഇഫ് ക്ലോസ് ആർക്കറിയാ? ഞാൻ വിചാരിച്ചത് 10ലെ ഈ ശല്യം കഴിഞ്ഞെന്നാ ഇഫ് ക്ലോസ് ഒക്കെ. അതിപ്പോ +1 ഉണ്ടെന്ന് പറഞ്ഞപ്പോ നീ എന്ത് പണിയാ കാണിച്ചു വെച്ചിരിക്കുന്നേ? എന്താ അക്ഷയ്, എന്ത് പണി? എനിക്കൊന്നും അറിയാൻ പാടില്ല. മിണ്ടരുത്. എന്താ അക്ഷയ്, എല്ലാം മറന്നോ? നീയല്ലേ ഇവിടെ ആൻസർ പേപ്പറിൽ ഓരോന്ന് എഴുതി വയ്ക്കുന്നേ? ഞാനോ? എനിക്കതിന് റീനയുടെ പേപ്പർ അല്ലല്ലോ കിട്ടിയത്. ഒയ്യോ, നിനക്ക് വല്ല എന്തോ രോഗം ഉണ്ടെന്ന് തോന്നുന്നേ. അല്ലെങ്കിൽ ഇങ്ങനെ മറക്കോ? ഇതൊരു തരം രോഗമല്ല, ഇതൊരു തരം ഭ്രാന്താ. എന്റെ ഓരോ തോന്നിവാസം എന്റെ ആൻസർ പേപ്പറിലാണ് എഴുതി വെക്കേണ്ടത്. അവ എഴുതി വെച്ചിരിക്കുന്നോ? പേരാൾക്ക് ഇതുപോലെ നിന്റെ അടുത്ത് കിട്ടിയെന്ന് അറിഞ്ഞാണ്ടല്ലോ. എന്റെ അച്ഛനെ നിനക്കറിയില്ല. ഇവളച്ഛനെ നമുക്ക് എങ്ങനെ അറിയാനാ? ഇവളെന്താ പറയണേ? കേട്ട് നിന്നോ? നീ ആയിട്ട് വരുത്തി വെച്ചതല്ലേ? എടാ ഹൃത്തിക്കെ, നീയും കൂടി എന്നെ. എനിക്ക് ഇവിടെ പേപ്പർ ഒന്നല്ല കിട്ടിയത്, എനിക്ക് കിട്ടിയത് ടീനയുടെ പേപ്പറാ. അങ്ങനെ പറ, ടീനയുടെ പേപ്പറാ നിനക്ക് കിട്ടിയത്? ആക്ച്വലി ഇവൻക്ക് ഇംഗ്ലീഷ് എഴുതാനും വായിക്കാൻ അറിയില്ല. റീനയുള്ളത് അവൻ ടീനാന്ന് വായിച്ചിക്കൂ. ഓഹോ, അപ്പൊ അതാണ് കാര്യം. എടാ പോടാ, എനിക്ക് ടീനയും റീനയൊക്കെ എഴുതാനും വായിക്കാനൊക്കെ അറിയാം. നിന്നോട് ആരാ ഇതൊക്കെ പറഞ്ഞേ? ഇതാണോ ഇപ്പൊ വലിയ പ്രശ്നം? നീ ചെയ്തത് വലിയ തെറ്റ അക്ഷയ്. ഒരു പെൺകുട്ടിയോട്, അത് നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയോട്, അത് റീനയോട് വളരെ മോശം. റീന, ഇവൻക്ക് വേണ്ടി ഞാൻ സോറി പറയാം. മതിയാക്ക്. മേലാൽക്ക് ഇതുപോലെ ഉണ്ടാവാൻ പാടില്ല. ശരിക്കും എന്താ സംഭവം? എനിക്ക് തോന്നുന്നത് ആ റാം ആയിരിക്കും എഴുതിയിട്ടുണ്ടാവാ. ശരിയാ, അവൻ തന്നെ ആയിരിക്കും. ആദ്യമായിട്ടാ ഒരു പെണ്ണിനെ വായിക്കുന്ന അത്ര എനിക്ക് കേൾക്കണേ. ഞാനിത് അവനോട് ചോദിച്ചിട്ടെ കാര്യം. അയ്യോ നിക്ക്, എന്താ അപ്പൊ ചോദിക്കണ്ട അവനോട്? അയ്യേ, നിന്നെ ഇപ്പോ ഇവള് വഴക്ക് പറഞ്ഞത് നീ ഇവിടെ ന്യൂസ് ആക്കുവോ? അവൻ കണ്ണിൽ ചിരി നിർത്താനും പറ്റില്ല ഇതൊക്കെ കേട്ടാല്. അതുകൊണ്ട് ഇതിപ്പോ നമ്മള് 3 പേരും അറിഞ്ഞു, അവളും ഞാനും നീയും. അതുകൊണ്ട് 4മതൊരാൾ ഇത് അറിയണ്ട. നിന്നെ വഴക്ക് പറയുന്നതേ, അയ്യേ പെണ്ണിന്റെ വായിന്നൊക്കെ വഴക്ക് കേൾക്കാറിനാല് വളരെ മോശം. പുറത്ത് പറയുമ്പോ ഒന്നില്ലെങ്കിൽ നമ്മൾ ആണുങ്ങളല്ലേ, ആണുങ്ങൾക്ക് പെണ്ണുങ്ങളെടുത്തുനിന്ന് വഴക്ക് കേൾക്കാറിനാല് ഒരു മോശപ്പെട്ട കാര്യമില്ലേ? അതും നമ്മളെ ക്ലാസ്സിൽ പഠിക്കുന്ന റീന. സോ ഇതെവിടെയും പറഞ്ഞെടുക്കണ്ട, ഇതിപ്പോ ഇങ്ങനെ നടക്കട്ടെ സീക്രട്ട് ആയിട്ട്. ശരിയാ, നീ പറഞ്ഞതിൽ കാര്യമുണ്ട്. എടാ ഇനി നീ ഇതാരോടും പറയല്ലേ? നെവർ, ഒരിക്കലും ഇല്ല. ശരി ശരി, എന്നാലും അത് ആരാർക്ക് എഴുതിയെന്നാ എനിക്കറിയാത്തത്. പോരത്തിന് അവൾ എന്റെ അയൽവാസിയാണെന്നേ. നിന്റെയോ? അതേടാ, അവളിഞ്ഞ് ചെന്ന് അവളുടെ അമ്മയോടൊക്കെ പറഞ്ഞ് വലിയ ഇഷ്യൂ ആക്കുവോ? നിന്റെ വീട്ടിലേക്ക് ഞങ്ങൾ വന്നിട്ടുണ്ടല്ലോ, എന്നിട്ട് ഞങ്ങള് കണ്ടില്ലല്ലോ അവളെ വീട്. ഇപ്പൊ നിനക്ക് അവളെ വീടാണോ വേണ്ടേ? അല്ലടാ, നാളെ ഫ്രൈഡേ അല്ലേ? ഇന്ന് വ്യാഴാഴ്ച ആകുമ്പോ നാളെ വെള്ളിയാഴ്ച തന്നെ. എന്താ അതിന് സംശയം? നാളെ എന്തായാലും അന്റോടൊന്ന് കൂടിയാലോ? വന്നോ? അതിനെന്തിനെ പെർമിഷൻ ഒക്കെ ചോദിക്കുന്നേ? ആര് പെർമിഷൻ ചോദിച്ചോ? ഞങ്ങള് വരുമ്പോ വല്ല സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചോണ്ടി, അതിനു വേണ്ടിട്ട് പറഞ്ഞതാ. ഒരെ കൊത്തുമ്പോ തന്നെ വാഴ വെട്ടണം. എപ്പ വെട്ടിയാലെന്താ, വാഴ വെട്ടിയാ പോരെ. നീ നടക്ക്. എന്താടാ എന്റെ കാര്യം? അതൊക്കെ നമുക്ക് ശരിയാക്കാനേ. ഇതൊക്കെ വലിയ കാര്യമാണോ? ആരും അറിയാൻ പോകുന്നില്ലല്ലോ.